അപ്പോൾ ഇതിൽ നോക്കുക എന്താണ് ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിംപ്ലി DBS നിയമമൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒരു DBMS എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഒരു ഡാറ്റാബേസ്, പിന്നെ അതിനോടനുബന്ധിച്ച് കുറേ പ്രോഗ്രാംസും. ആ പ്രോഗ്രാംസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ആ പ്രോഗ്രാംസ് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഡാറ്റാബേസിലെ ഡാറ്റേനെ ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് കുറേ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒരു DBMS എന്ന് പറയുമ്പോൾ. ഒരു ഡാറ്റാബേസും അതിനോടനുബന്ധിച്ച് കുറേ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും. എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്? അത് ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ആ ഡാറ്റ. നമ്മുടെ ഡാറ്റാബേസിൽ എന്താ ഉള്ളത്? ഡാറ്റാബേസിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. എ കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ആൻഡ് പെർസിസ്റ്റൻറ്റ് ഡാറ്റ. ഇൻ്റർ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. ഇപ്പോൾ നമ്മൾ ഒരു കോളേജിൻ്റെ DBMS, നമ്മുടെ കൊയിലാണ്ടീൻ്റെ DBMS ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഡാറ്റ കംപ്ലീറ്റ് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും അല്ലേ? സ്റ്റുഡൻറ്റ്, ടീച്ചർ അല്ലേ? അങ്ങനെ ആയിരിക്കും. പിന്നെ ക്ലാസ്, ടൈം ടേബിൾ, അങ്ങനെ കുറേ ഡാറ്റകളുണ്ട്. ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആയിരിക്കും അല്ലേ? കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ഡാറ്റയാണ് ഒരു ഡാറ്റാബേസ്. ആൻഡ് പേഴ്സിസ്റ്റൻറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കത് കുറേ കാലം കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, നിലനിർത്തേണ്ടതായിട്ട് എപ്പോഴും പേഴ്സിസ്റ്റൻ്റ് ആയിരിക്കുന്ന ഡാറ്റ. അങ്ങനെ അത്തരം ഡാറ്റ അടങ്ങിയ കളക്ഷൻ ഓഫ് ഇൻ്റർ റിലേറ്റഡ് ആൻഡ് പേഴ്സിസ്റ്റൻറ്റ് ഡാറ്റ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസും ആ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും ഡാറ്റ, അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുണ്ട് എന്തുണ്ടാവും? എ സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ, ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർന്നതാണ് എന്ത്? ഒരു DBMS എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു DBMS ആണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ടത്, MySQL. MySQLിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു. ആ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിൻ്റെ സഹായത്തോടു കൂടി, അതിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ കൊറി കൊടുക്കുന്ന സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന, ആ കൊറി എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഡാറ്റാബേസിൽ നിന്ന് റിട്രീവ് ചെയ്യുന്ന സഹായിക്കുന്ന കുറേ പ്രോഗ്രാംസ് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് നമ്മളെ ഡാറ്റാബേസ് ഉണ്ടാക്കാൻ സഹായിച്ചത് ആരാണ്? ഒരു MySQL, ഒരു എഞ്ചിനുണ്ട്, ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് നമ്മളൊരു ഡാറ്റാബേസ് ഉണ്ടാക്കാൻ സഹായിച്ചത്. അത് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യാൻ സഹായിച്ച ഒരു പ്രോഗ്രാം ഉണ്ട് അതിൽ അല്ലേ? അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് എന്ത് പറയുന്നത്? ഒരു DBMS എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഹിസ്റ്ററി 1960s തുടങ്ങിയത്. അത് നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ, ഫസ്റ്റ് ജനറൽ പർപ്പസ് ഡാറ്റാബേസ് ആയിരുന്നു. ചാൾസ് ബാച്ച്മാൻ എന്ന് പറയുന്ന ഒരാളാണ് ഫസ്റ്റ് നെറ്റ്വർക്ക് ഡാറ്റ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പഠിക്കാനുണ്ട് എന്താണ് നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ. അപ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നെ IBM ഡെവലപ്പ് ചെയ്ത ഒരു ഡാറ്റാബേസ് ഉണ്ട്, IMS, ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഹയറാർക്കിയൽ ഡാറ്റ മോഡലായിരുന്നു. അതെപ്പോഴും സ്റ്റിൽ ഇൻ യൂസ് ടുഡേ എന്ന് പറയുന്നുണ്ട്. അത് അപ്പോൾ നിങ്ങൾ നോക്കുകയാണ്, ഏർലി 1960s വന്നിട്ടുണ്ട് ഈ ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ. പിന്നെ വന്നതാണ് 1970s റിലേഷണൽ ഡാറ്റ മോഡൽ വന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ 1980s റിലേഷണൽ മോഡൽ ഡോമിനൻറ്റ്, SQL സ്റ്റാൻഡേർഡ്, SQL സ്റ്റാൻഡേർഡൊക്കെ വന്നത് പിന്നെ അങ്ങനെയാണ്. ആദ്യം ഡാറ്റാബേസ് വന്നു, പിന്നീടാണ് 1980s SQL ഒക്കെ വരുന്നത്. പിന്നെ കൂടുതൽ 1980s 1990s ആയ സമയത്ത് കൂടുതൽ ഡാറ്റ ടൈപ്സ് വന്നു തുടങ്ങി അല്ലേ? ഇമേജസും ടെക്സ്റ്റൊക്കെ നമ്മുടെ DBMSൽ ഡാറ്റാബേസിൽ ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഒക്കെ വന്നു 1980s 1990s. ഇപ്പൊക്കെ വേറെ പല ഇതൊക്കെ ഇപ്പോഴൊക്കെ നമുക്ക് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് DBMS എന്നുള്ളതിൻ്റെ കോൺസെപ്റ്റേ മാറിയിട്ടുണ്ട്. NoSQL എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
ഡാറ്റാബേസുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഞാൻ നിങ്ങൾക്ക് വെറുതെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാണ്ട് നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. തുടങ്ങി ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ DBMS എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് എഫിഷ്യൻറ്റ് ആക്സസ്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് പ്രോഗ്രാം വേറെ ഡാറ്റ വേറെ, അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഇപ്പോൾ നമ്മളെ ഡാറ്റേനെ കംപ്ലീറ്റ് മാനേജ് ചെയ്യാൻ ഒരു എക്സ്ട്രാ ഒരു പ്രോഗ്രാം, ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഒരു പ്രോഗ്രാമർ ഡാറ്റേനെ മാനേജ് ചെയ്യാൻ വറീഡ് ആവേണ്ട ആവശ്യമില്ല. എന്തിനു മാത്രം വറീഡ് ആയാൽ മതി? അതായത് നമുക്ക് ആ ഡാറ്റേനെ നമ്മുടെ പ്രോഗ്രാമും ആ DBMSും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കിയാൽ മതി, എളുപ്പമാക്കിയാൽ മതി. ഡാറ്റേനെ മാനേജ് ചെയ്യാനും അതിനെ സ്റ്റോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരുടെ ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന DBMS സോഫ്റ്റ്വെയറുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അപ്പോൾ നമുക്ക് ഇനി അതിനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചാൽ മതി ഒരു പ്രോഗ്രാമർ എന്നുള്ള രീതിയിൽ, അല്ലേ? റെഡ്യൂസ്ഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടൈം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, DBMS ഇല്ലാത്ത ഒരു അവസ്ഥ. ഒരു DBMS സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിലൊരു നിങ്ങൾക്കൊരു ഡാറ്റേനെ മാനേജ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു ആ ഡാറ്റേനെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നുള്ള അതിൻ്റെ ഒരു സ്റ്റോറേജ് ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടെത്തണം. ആ സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള പ്രോഗ്രാം നിങ്ങൾ എഴുതണം. ആ പ്രോഗ്രാം അത് എഴുതിയാൽ മാത്രം പോരാ, അതിൽ നിന്ന് ആക്സസ് ചെയ്യാനുള്ള പ്രോഗ്രാമൊക്കെ എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം. അതായത് ഒരു DBMS ചെയ്യേണ്ട പണിയെല്ലാം നമ്മൾ തന്നെ ഒരു ഡെവലപ്പർ തന്നെ എഴുതേണ്ട അവസ്ഥയാണ്. അപ്പോൾ DBMS വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഓൾറെഡി അവൈലബിൾ ഉള്ള നമുക്ക് DBMS അവൈലബിൾ ആണ്. നമുക്ക് അതിനോട് ഇൻറ്ററാക്ട് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി, അല്ലേ? നമ്മുടെ ഡാറ്റ നമുക്ക് എഫക്റ്റീവായ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ DBMS ഉപയോഗിച്ച് അതിന് ആ DBMSനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി നമ്മൾ ഒരു പ്രോഗ്രാമർ എന്നുള്ള നിലയിൽ. ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് സെക്യൂരിറ്റി, ഓക്കെ, ഇതെല്ലാം DBMS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിഫോം ഡാറ്റ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺകറൻറ്റ് ആക്സസ് റിക്കവറി ഫ്രം ക്രാഷസ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അതെ, കൺകറൻറ്റ് ആക്സസ് പോസിബിൾ ആണ്. എന്ത് കൺകറൻറ്റ് ആക്സസ് പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാബേസിൽ ഒരുപാട് യൂസേഴ്സിന് അറ്റ് എ ടൈം ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് മാത്രമല്ല ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. സെയിം ഡാറ്റ ഇപ്പം നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ഡാറ്റാബേസൊക്കെ അറ്റ് എ ടൈം എത്ര ആൾക്കാരാണ് ആക്സസ് ചെയ്യുന്നത്, അല്ലേ? റിക്കവറി ഫ്രം ക്രാഷസ്, എന്തെങ്കിലും ക്രാഷസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് റിക്കവർ ചെയ്യാനും കഴിയുന്നു. അതൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? DBMS സോഫ്റ്റ്വെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ DBMS എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഡാറ്റേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത് DBMS. നിങ്ങളുടെ ഡാറ്റ എടുത്തു വയ്ക്കാനും ആ ഡാറ്റേനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് DBMS. അപ്പോൾ ഈ DBMS എന്ന് പറയുമ്പോൾ ടോട്ടലി ഒരു ഡാറ്റാബേസും അതിനോട് അസോസിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും ആണ്, രണ്ടും കൂടെ ചേർന്നതാണ് ഒരു DBMS. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇനി ഡാറ്റ മോഡൽസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വന്നത് നെറ്റ്വർക്ക് മോഡലാണ്. നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ പക്ഷേ നമുക്ക് ഹയറാർക്കിയൽ മോഡൽ എന്ന് പറയാം. ഹയറാർക്കിയൽ മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പാണ് വരിക, അല്ലേ? ജസ്റ്റ് അതിൻ്റെ പിക്ചർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹയറാർക്കിയൽ മോഡൽ ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇവിടെ നോക്കുക, ഇതൊരു ഹയറാർക്കിയൽ മോഡലാണ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് കോളേജ്, എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ അതിൻ്റെ ചൈൽഡായിട്ട് വരുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കോഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്. പിന്നെ കോഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് തിയറി, ലാബ്സ്. ഇതൊക്കെ ഇങ്ങനെയാണ് ഒരു ഹയറാർക്കിയൽ മോഡലിൽ ഡാറ്റ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ
അതാണ് നിങ്ങൾക്ക് ഒരു മോഡൽ വരുന്നത്. അതായത് ഒരു ട്രീ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന് ഒരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും, ഓരോ നോഡിനും അതിൻ്റെ പാരന്റ് നോഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് നോഡായിട്ട് വരുന്നത്. ഈ നോഡിൻ്റെ ചിൽഡ്രൻ ആണ് ഈ 3 നോഡുകൾ. അതിൻ്റെ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഈ ഒരു നോഡിൻ്റെ ചിൽഡ്രൻ ആണ് റൂട്ടിങ്. എന്തൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ എക്സാമ്പിളെല്ലാം നിങ്ങൾക്ക് ഞാൻ വരുമ്പോൾ ആൻസർ ചെയ്ത് നമുക്ക് ഓക്കെ കറക്റ്റീവ് പ്രിവെൻറ്റീവ്. ഇത് കുറച്ച് ടഫായിട്ടുള്ള എന്താണ് ഇതാണ് എക്സാമ്പിളാണ്. നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള നമ്മുടെ കോളേജിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഹയറാർക്കിയൽ മോഡൽ. Hierarchical DMS were popular from the late 1960s with the introduction of IBM's Information Management System. Okay. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹയറാർക്കിയൽ മോഡലിനെ പറ്റിയിട്ട് പഠിക്കേണ്ടത്. എന്താ പറയേണ്ടുള്ളൂ, അതിന് ഹയറാർക്കി ഓഫ് പാരന്റ് ആൻഡ് ചൈൽഡ് ഡാറ്റാ സെഗ്മെന്റ്സ്. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിപ്പീറ്റിംഗ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. അതായത് പാരന്റിലും ചിലപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ കേസിൽ ഇപ്പോൾ കണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റ്, കോഴ്സ്, ടീച്ചർ, സ്റ്റുഡൻസ്, തിയറി, ലാബ്. അപ്പോൾ ഇതിപ്പോൾ നോക്കുക, ഈ ടീച്ചേഴ്സ്, കോഴ്സ്, സ്റ്റുഡൻസ്, ഇവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്ത് വരാം. ഓക്കെ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാര്യം തന്നെ കൊടുത്ത ഡാറ്റ തന്നെ അഗെയിൻ കോഴ്സിൽ കൊടുക്കേണ്ടി വരിക, വീണ്ടും അത് ടീച്ചറിൽ വീണ്ടും ടീച്ചേഴ്സ് എന്നുള്ള ഡാറ്റയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക, സ്റ്റുഡൻസിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക. അങ്ങനെ ഒരു ഡാറ്റ റിപ്പീറ്റേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഹയറാർക്കിലിൻ്റെ അതാണ്. പിന്നീടാണ് അതിൻ്റെ ഇവല്യൂഷനിലാണ് നമുക്ക് ഒക്കെ മാറ്റി എന്ത് വന്നത്, റിലേഷണലൊക്കെ വന്നിട്ടുള്ളത്. ആ ഒരു റിപ്പീറ്റേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ മിസ്റ്റേക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നീഡിനനുസരിച്ച് അങ്ങനെ ഇവല്യൂഷനിലൂടെ അങ്ങനെ വരികയാണ് ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ. എപ്പോഴും നമ്മുടെ ടൈമിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ നീഡിനനുസരിച്ച് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് വന്നുകൊണ്ടിരിക്കും അല്ലേ. അതേപോലെയാണ് ഫസ്റ്റ് ക്രിയേഷൻ എന്നുള്ളത് കൊണ്ട് അതിൽ ചില ഇതുണ്ടായിരുന്നു. അതാണ് അതിൽ മെയിനാണ് ഡാറ്റ റിപ്പീറ്റേഷൻ. പിന്നെ വരുന്നത് നെറ്റ്വർക്ക് മോഡലാണ്. നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയുമ്പോൾ ഈ ഹയറാർക്കിയൽ മോഡലിൻ്റെ തന്നെ ഒരു കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ഒരു ചൈൽഡിന് 2 പാരൻ്റൊക്കെ വരുന്നു. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് നെറ്റ്വർക്ക് മോഡൽ. ഇപ്പം ഇത് കണ്ടോ, ഈ എൻ്റെ ചൈൽഡാണ് B1ഉം B2. അപ്പോൾ ഈ B2ന് ൻ്റെ പാരൻ്റാണ് A അല്ലേ. ഇവിടെ ഈ C2ൻ്റെ കേസ് നോക്കി നോക്കൂ, C2ന് ഇവിടെ 2 പാരൻ്റാണ്, B2ഉം B1ഉം എന്ന് പറയുന്നത് C2ൻ്റെ പാരൻ്റാണ്. ഇത്തരത്തിലുള്ള മോഡലാണ് എന്ത്, നെറ്റ്വർക്ക് മോഡൽ. ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ തന്നെ ഈ ഹയറാർക്കിയൽ മോഡലിൽ തന്നെ ഒരു അഡ്വാൻസ്ഡ് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഓരോ ചൈൽഡിനും ഓരോ പാരൻ്റേ ഉള്ളൂ അല്ലേ. പക്ഷെ നെറ്റ്വർക്ക് മോഡലിൽ ഒരു ചൈൽഡിന് ഒന്നിൽ കൂടുതൽ പാരൻ്റ് വരാം. ഓക്കെ, ഇവിടെ B1ഉം B2 ആണ് ഈ C2ൻ്റെ പാരൻ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് മോഡൽ വരുന്നത്. നെറ്റ്വർക്കിൽ ഇത് പോപ്പുലേറ്റ് എന്താണ്, സം ഡാറ്റ നാച്ചുറൽ മോഡൽ വിത്ത് മോർ ദാൻ 1 പാരൻ്റ് പെർ ചൈൽഡ്. ഒന്നിൽ കൂടുതൽ ഒരു ചൈൽഡിന് ഒന്നിൽ കൂടുതൽ പാരൻ്റ് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു നോഡിന് 2 പാരൻ്റാണ് വരുന്നത്, ജോയിൻസിലും പാച്ചിങ്ങും വരുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, അതായത് മെനി ടു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും റിലേഷൻഷിപ്പ് സെറ്റിലൊക്കെ പഠിക്കുന്ന സമയത്ത് 1 to 1, 1 to many, many to many ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഹയറാർക്കിയൽ എന്ന് പറയുമ്പോൾ 1 to many ആണ്. എന്നാൽ ഇതെന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ മെനി ടു മെനി റിലേഷൻഷിപ്സ് പോസിബിൾ ആക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള
അത്തരത്തിലുള്ള ഡാറ്റ മോഡലാണ് നെറ്റ്വർക്ക് മോഡൽ. ഇനി പിന്നീടും അതാണ്. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിട്ടുള്ളത്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതൊക്കെ എന്താണ്? റിലേഷണൽ മോഡലാണ്. ഇതാണ് നമുക്ക് നമ്മുടെ കുറച്ചും കൂടെ എന്താണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു മോഡലാണ് റിലേഷണൽ മോഡൽ. നമുക്ക് വളരെ അറിയാവുന്ന ഒരു മോഡലാണ് റിലേഷണൽ മോഡൽ. അതായത് ടേബിളായിട്ടാണ് കംപ്ലീറ്റ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു തരണ്ട അല്ലേ. ഈച്ച് റോ ഈസ് യുണീക്ക്, കോളം വാല്യൂസ് ആർ ഓഫ് ദ സെയിം കൈൻഡ്, the sequence of columns is insignificant, sequence of rows is which column has a unique name. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇത് നിങ്ങൾക്ക് പഠിക്കാമല്ലോ. ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലും സെമി സ്ട്രക്ചറിലും ഒന്നും പഠിക്കാമല്ലേ. ഇനി ആർക്കിടെക്ചർ. അപ്പോൾ ഈ ആർക്കിടെക്ചർ ഓഫ് DBMS എന്ന് പറയുമ്പോൾ ഇതിന് 3 ലെവലാണ്. ദ ഫോളോവിങ് ആർ 3 ലെവൽസ് ഓർ ലേയേഴ്സ് ഓഫ് DBMS ആർക്കിടെക്ചർ. എക്സ്റ്റേണൽ ലെവൽ, കൺസെപ്ച്വൽ ലെവൽ, ഇന്റേണൽ ലെവൽ. എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തു നിന്നൊരാൾക്ക്, അറിയാത്തൊരാൾക്ക് കാണുന്നത്. കൺസെപ്ച്വൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു നമ്മൾ കോൺസെപ്ച്വലി എങ്ങനെയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു DBMS ഡാറ്റാബേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും. ടേബിളൊക്കെ ആയിട്ട് നല്ല നീറ്റായിട്ട് ഒരു ടേബിളൊക്കെ ആയിട്ട് ഇതിൽ കിടക്കുകയാണ്, മെമ്മറിയിൽ കിടക്കുകയാണ്. അങ്ങനത്തെ എല്ലാം എല്ലാം കൂടെ ഇൻ്റർകണക്റ്റഡ് ആയിട്ടൊരു ഇതായിട്ട് ടേബിളാണ് നമ്മുടെ കോൺസെപ്ച്വലി നമ്മുടെ മനസ്സിൽ അല്ലേ. പക്ഷേ ഇൻറ്റേർണൽ ലെവൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി എങ്ങനെയാണ് ഡാറ്റ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം 3 ലെവൽസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളെ എൻഡ് യൂസേഴ്സിന് ഒരു എക്സ്റ്റേണൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് കാണുന്നത് എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ അവസാനം ഇതിൻ്റെ എല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒന്നും അറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, ഒന്നും അറിയാത്തൊരു വ്യക്തി എങ്ങനെയാണ് നമ്മുടെ ഇതിനെ കാണുന്നത് അത് നോക്കുക. അപ്പോൾ അതാണ് എക്സ്റ്റേണൽ ലെവലിൽ അവർക്കൊരു എക്സ്റ്റേണൽ വ്യൂ കിട്ടുന്നു. അവർക്ക് ഇതിനെപ്പറ്റി, ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അറിയില്ല. ഓക്കെ, ഇനി അവർക്കൊരു വ്യൂ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പം നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂ എങ്ങനെ? നിങ്ങളുടെ പ്രൊഫൈൽ വ്യൂ അല്ലേ. നിങ്ങൾക്ക് പ്രൊഫൈൽ വ്യൂ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ എല്ലാ ഫോട്ടോസ്, ഗാലറി, പിന്നെന്താണ് നിങ്ങളുടെ വീഡിയോസ്, പിന്നെ ഗ്രൂപ്പുകൾ എല്ലാം നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ലൈക്സ്, ഡിസ്ലൈക്സ്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ എൻഡ് യൂസേഴ്സാണ് അവിടുത്തെ. നിങ്ങൾക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. പിന്നെ കോൺസെപ്ച്വൽ ലെവൽ. അപ്പോൾ അതിന് കോൺസെപ്ച്വൽ സ്കീമ. ഇപ്പം നിങ്ങൾക്കൊരു സ്കീം എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്കീം എന്താണ്? ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനൊരു സ്കീമുണ്ട്. ആ സ്കീമിൻ്റെ സ്ട്രക്ചർ എന്താണ്? അതിനൊരു ID ഉണ്ട്, അതിനൊരു നെയിമുണ്ട്. ആ സ്റ്റുഡൻറ്റിന് അല്ലേ, ഓരോ സ്റ്റുഡൻറ്റിനും ഒരു ID, നെയിം, അതിനൊരു അഡ്രസ്സ് അല്ലേ, പിന്നെ എന്താണ് കോണ്ടാക്റ്റ് നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള ഉണ്ട്. സ്കീമ എന്ന് പറയുമ്പോൾ ആ ഒരു ഡാറ്റേൻ്റെ സ്ട്രക്ചർ. നമ്മളത് പറയുന്ന സമയത്ത് നമുക്കതൊരു ടേബിളായിട്ടാണ് കോൺസെപ്ച്വലി നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ കോൺസെപ്ച്വൽ സ്കീമ, അതാണ് കോൺസെപ്ച്വൽ ലെവൽ. എന്നാൽ അതൊന്നും അല്ലാത്തൊരു ഇൻറ്റേർണൽ ലെവലുണ്ട്. അവിടെയാണ് ആക്ച്വലി ഫിസിക്കലി എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഈ ടേബിൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇവിടെ ഫിസിക്കലി അതിലോട്ട് വരുന്ന സമയത്ത് എന്താണ്, ജസ്റ്റ് കുറേ ബിറ്റുകളാണ് അല്ലേ. അതെവിടെയൊക്കെ കുറേ ഹാർഡ് ഡിസ്കിലും കുറേ പല ബ്ലോക്കുകളായിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക അല്ലേ. നിങ്ങൾ ഹാർഡ് ഡിസ്കൊക്കെ പഠിച്ചില്ലേ കഴിഞ്ഞതിൽ? ഹാർഡ് ഡിസ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
എങ്ങനെയാണ് വൺസ് ആൻഡ് സീറോസ് ആയിട്ട് കുറേ ടൈനി ടൈനി കുത്തുകൾ ആയിട്ടല്ലേ സ്റ്റോർ ചെയ്യുന്ന. അതിന് കുറേ ട്രാക്കുകളുണ്ട്, ബ്ലോക്ക് ഉണ്ട്, അല്ലേ, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് എന്താ പറയുക ഇൻറ്റേർണൽ ലെവലിലേക്ക് ഇവിടെ വരുന്ന സമയത്ത് അതിൻ്റെ ആക്ച്വൽ സ്റ്റോറേജ് ഒക്കെയാണ് വരുന്നത്. എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് ഒരു ഇൻറ്റേർണൽ സ്കീം ഉണ്ട്. അത് നമ്മൾ ഈ ഇൻറ്റേർണൽ സ്കീമും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് DBMS ആണ്. ഈ കൺസെപ്ച്വൽ സ്കീമൊക്കെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് പ്രോഗ്രാമേഴ്സ്. ഓക്കെ, നമ്മുടെ ഇപ്പം ഞാനൊക്കെ മാനേജ് ചെയ്യുന്നത് കോൺസെപ്ച്വൽ സ്കീമാണ്. പിന്നെ യൂസേഴ്സിന് ചെയ്യുന്നത് ഏതാണ്? അവർ എക്സ്റ്റേണൽ ലെവലിലാണ്. അപ്പം അങ്ങനെ 3 ലെവലാണ് ഉള്ളത്. ഇതാണ് കോൺസെപ്ച്വലി ഉള്ള സംഭവമാണ് പ്രോഗ്രാമേഴ്സ്. DBMSൻ്റെ പ്രോഗ്രാമേഴ്സ് ഇല്ലേ, DBMS പ്രോഗ്രാമേഴ്സ്, അവരാണ് ഇൻറ്റേർണൽ മാനേജേഴ്സ്, എൻ്റെ ഇൻറ്റേർണൽ ലെവലിൽ വർക്ക് ചെയ്യുന്നവർ. കോൺസെപ്ച്വൽ ലെവലിൽ വർക്ക് ചെയ്യുന്നത് സാധാരണ പ്രോഗ്രാമേഴ്സ്, അതായത് പ്രോഗ്രാമേഴ്സ് ഈ DBMSൻ്റെ യൂസർ. ഓക്കെ, DBMSൻ്റെ യൂസറാണ്. ഓരോ പ്രോഗ്രാമർ എന്നും പറയുന്നത് DBMSൻ്റെ യൂസറാണ്. എന്ന് വെച്ചാൽ ഏത് പ്രോഗ്രാമർ, ഇപ്പോൾ ഒരു വെബ്സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ യൂസറാണ്. ഇതിൻ്റെ യൂസർ DBMSൻ്റെ യൂസറാണ്. ആ യൂസർ വർക്ക് ചെയ്യുന്നത് കോൺസെപ്ച്വൽ ലെവലിലാണ്. എന്നിട്ട് അവർ ഉണ്ടാക്കിയ ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നതാണ് ഈ എൻഡ് യൂസേഴ്സ്, അവർ എക്സ്റ്റേണൽ ലെവലിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ അതിൻ്റെ ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ പറയാം എക്സ്റ്റേണൽ ലെവൽ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എ സ്കീമ ദാറ്റ് ഈസ് ഡെഫിനറ്റ് ലോജിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ദ എക്സ്റ്റേണൽ വ്യൂ. കോൺസെപ്ച്വൽ ലെവൽ ദ എൻറ്റയർ ഡാറ്റ റെക്കോർഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ കോൺസെപ്ച്വൽ വ്യൂ. ഓക്കെ, ഇൻറ്റേർണൽ ലെവൽ ഹൗ ദ ഡാറ്റാബേസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയും. DBMSൻ്റെ കോമ്പണൻറ്റ്സ്: ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, പീപ്പിൾ, പ്രൊസീജിയർ. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് DBMS. കൺട്രോളിങ് റിഡൻഡൻസി, ഷെയറിംഗ് ഓഫ് ഡാറ്റ കൺസിസ്റ്റൻസി, ഇൻ്റഗ്രേഷൻ ഓഫ് ഡാറ്റ, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ SQL, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് തരാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളതൊക്കെ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഡാറ്റ ടൈപ്സും കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം. MySQL വരുന്ന മെയിൻ ഡാറ്റ ടൈപ്സ്. അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ന്യൂമറിക്, ഡേറ്റ് ടൈം, ഡേറ്റ്, ടൈം സ്റ്റാമ്പ്, സ്ട്രിങ്. മെയിനായിട്ട് ഇത്രയാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ് വരുന്നത്. അപ്പോൾ അതിൽ ന്യൂമറിക് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇൻറ്റ് തന്നെയാണ് വരുന്നത്. ഇൻറ്റിജർ, ടൈനി ഇൻറ്റ്, സ്മോൾ ഇൻറ്റ്, മീഡിയം ഇൻറ്റ്, ബിഗ് ഇൻറ്റ്. ഓരോന്നിനും അതിൻ്റെ റേഞ്ചാണ് വ്യത്യാസം. റേഞ്ച് അതിൻ്റെ ബൈറ്റ് ലെങ്ത്തും. ടൈനി ഇൻറ്റ് എന്ന് പറയുമ്പോൾ ആകെ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് 1 ബൈറ്റാണ്. അപ്പോൾ ഈ 1 ബൈറ്റിൽ നമുക്ക് ഇപ്പോൾ സൈൻഡ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ സൈനും കൂടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് സൈൻ, അപ്പോൾ -128 മുതൽ 127 വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇനി അൺസൈൻഡ് സൈൻ ഇല്ലാത്ത ടൈനി ഇൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് 0 മുതൽ 255 വരെ നമുക്കതിൽ ആ ഒരു. അപ്പോൾ എന്തിന് ഈ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ കോളത്തിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ കോളവും ഏത് ടൈപ്പാണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ലേ. ഇപ്പം നെയിം, ഇപ്പോൾ നിങ്ങളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിന് ID ഉണ്ട്. IDൻ്റെ ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലേ? അതേതാണ്? ചിലപ്പം നമുക്ക് ഇൻറ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ടൈനി. നമുക്ക് എത്രയാണോ എത്ര വാല്യൂസ് വരെ വരും അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് പേരുള്ള, ഒരു 100 പേരൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന് ടൈനി ഇൻറ്റ് കൊടുക്കാം. ഓക്കെ, ടൈപ്പായിട്ട്.
അപ്പോൾ അതിൻ്റെ നീഡിനനുസരിച്ചാണ് നമ്മൾ, റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. കണ്ടോ, ബിഗിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 8 ബൈറ്റ്. ഇത് SQL ഡാറ്റ ടൈപ്സ്, SQL അലൗ ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ് പറയുന്നത് കേട്ടോ. പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡെസിമൽ പോയിന്റ് ഒക്കെ വരുന്നതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ്. അതിൽ വരുന്നത് ഫ്ലോട്ടും ഉണ്ട്, ഡബിളും ഉണ്ട്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ലെങ്ത്ത് 4 ബൈറ്റാണ്. അതിൻ്റെ റേഞ്ചാണ് തന്നിരിക്കുന്നത്. ഇത്രയും അതിൻ്റെ റേഞ്ചൊക്കെ ഇതാ. സൈൻഡ് ആണെന്നുണ്ടെങ്കിൽ സൈന് നെഗറ്റീവ് പോസിറ്റീവ്, അങ്ങനെയാണെങ്കിൽ ഇത്ര. സൈൻ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. അങ്ങനെ രണ്ട് കാര്യമാണ്, രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, വിത്ത് സൈനും വിത്തൗട്ട് സൈനും. അപ്പോൾ അതിൽ ഫ്ലോട്ടും ഡബിളും ഉണ്ട്. ഫ്ലോട്ടിന് 4 ബൈറ്റാണ് യൂസ് ചെയ്യുക സ്റ്റോർ ചെയ്യുമ്പോൾ. 4 ബൈറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഡബിൾ ആണെന്നുണ്ടെങ്കിൽ 8 ബൈറ്റ്. പിന്നെ ഡെസിമൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഡെസിമൽ എന്ന് പറയുമ്പോൾ ഇതിലൊരു 2 കണ്ടോ ബ്രാക്കറ്റിൽ ഒരു ഇത് കൊടുക്കുന്നുണ്ട്, വാല്യൂസ്. ഇപ്പോൾ ഇവിടെ 5, 2 എന്ന് കൊടുത്തതിൻ്റെ അർത്ഥം എന്താണ്? മൊത്തം ആ വാല്യൂൻ്റെ ലെങ്ത്ത് 5 ആണ്. അതിൽ പക്ഷേ 2 ഡെസിമലാണ്. ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഫ്രാക്ഷണൽ പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ മിനിമം അതിൻ്റെ മാക്സിമം ആണ് പറഞ്ഞിരിക്കുന്നത് -999. ഇപ്പം ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡാറ്റ ടൈപ്പായിട്ട് ഡെസിമൽ 5,2 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മിനിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാല്യൂ -999.99. അതിൻ്റെ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് 999.99. അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസാണ് നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഡാറ്റ ടൈപ്പ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആ ഡാറ്റ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി അതിൽ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 65ആണ്. ഇതിൻ്റെ ഇവിടെ ഈ എമ്മിൻ്റെ വാല്യൂ എന്നാണ് പൊതുവെ, എന്നുള്ളതൊരു ഇതിലാണ് പിന്നെ ഇവിടെ നമുക്ക് ഏത് വാല്യൂ അതായത് ഉദ്ദേശിക്കുന്നത് എന്താണ്, എത്ര ഡെസിമൽ പാർട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര എണ്ണം വരുന്നുണ്ട്. ഈ എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ലെങ്ത്ത്, നമ്മുടെ എത്ര നമ്പേഴ്സ് നമ്മുടെ ആ ഡെസിമലിൽ എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ളതാണ്, ടോട്ടലാണ് ഈ എമൗണ്ട് ഉദ്ദേശിക്കുന്നത്. ആ എത്രയാണ് മാക്സിമം, അതിൻ്റെ മാക്സിമം വാല്യൂ പറയുന്നത് 65 ആണ്. ഇവിടെ അപ്പം ഞാൻ കണ്ട ഇതാ, ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഫോർ ഡെസിമൽ ഈസ് 65. ഓക്കെ. അതിൻ്റെ ഉള്ളിലൊരു നമ്പറുമാണ് നമ്മൾ ഡെസിമലിൽ ഫ്രാക്ഷണൽ പാർട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഡെസിമൽ. ഇനി ബിറ്റ്, നമുക്ക് ബിറ്റ് വാല്യൂസ് എന്ത് കൊടുക്കാൻ പറ്റും? നമ്മളൊരു ഡാറ്റ ടൈപ്പായിട്ട് ബിറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കേസ് വരികയാണ്, നിങ്ങളുടെ ടേബിളിൽ ബിറ്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യണം എന്നുള്ളൊരു കേസ് വരികയാണ്. അപ്പോൾ അതിൻ്റെ ടൈപ്പായിട്ട് നമുക്ക് ബിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ ടൈപ്പായിട്ട് ബിറ്റ് ഓഫ് n എന്നാണ് പറയുന്നത്. n എന്ന് പറയുന്നത് എത്ര ബിറ്റുകളുണ്ട്, എത്രയാണെന്നുള്ളത് പറയാം. അപ്പോൾ ആ n എന്ന് പറയുന്നത് ഇപ്പോൾ B ഇങ്ങനെയാണ് കൊടുക്കുന്നത്. B111, B1000. അതിൽ ഡാറ്റ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ബിറ്റ്. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം ടൈപ്സ് ഉണ്ട്. ഡേറ്റ് ടൈം വരുന്നുണ്ട്. ഡേറ്റ് ടൈം കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ കൊടുക്കുമ്പോൾ മൊത്തം കംപ്ലീറ്റ് നമ്മൾ ഇയർ, മന്ത്, ഡേറ്റ്, പിന്നെ ടൈമും കൂടെ വരുന്നത് കാരണം ഹവർ, പിന്നെ മിനിറ്റ്സ്, സെക്കൻഡ്സ്, ഇതൊക്കെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഡേറ്റ് വരുമ്പോൾ വെറും ഡേറ്റ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൽ കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ മാക്സിമം അതിൻ്റെ മിനിമം വാല്യൂസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ടൈം സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വരും, എല്ലാം വരും. UTC2 എൻ്റെ വരുന്നത് 90100. ഏതാണ്ട് ഡേറ്റ് ടൈമും ടൈം സ്റ്റാമ്പും ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ്. 2038. കറണ്ട് വാല്യൂസ് ആർ കൺവേർട്ടഡ് വാല്യൂസ് ഇൻ ദ കറണ്ട് ടൈംസ് UTC വാല്യൂ സ്റ്റോറി. അത് നമുക്ക് വേണം നമ്മൾ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ടൈം സ്റ്റാമ്പ്.
അതായത് നമ്മളെ കറണ്ട് ടൈം സ്റ്റോണിൽ നിന്ന് UTC-യിലേക്ക് കൺവേർട്ട് ചെയ്യും സ്റ്റോർ ചെയ്യുന്ന സമയത്ത്. പിന്നെ അത് തിരിച്ചിങ്ങോട്ട് നമ്മൾ കറണ്ട് ടൈം സ്റ്റോണിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും റിട്രൈവ് ചെയ്യുന്ന സമയത്ത്. അങ്ങനത്തെ കേസിലാണ് ടൈം സ്റ്റാമ്പ് യൂസ് ചെയ്യുന്നത്. ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. അതിൽ നമുക്ക് ഓൺലി ടൈം മാത്രം. അപ്പം നേരത്തെ നമ്മൾ ഇവിടെ നോക്കിയതാണല്ലോ. പിന്നെ ഇയർ ടൈപ്പ് ഉണ്ട്. ഇയർ തന്നെ 2, 4 വരുന്നുണ്ട്. 4 ഡിജിറ്റ് വരുന്നതുകൊണ്ട് 2 ഡിജിറ്റ് വരുന്നതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ റേഞ്ച് 4 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രിങ് ആയിട്ടും നമ്പറായിട്ടും സ്റ്റോർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് 4 ഡിജിറ്റ് ആണെന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുക ഇയർ ഓഫ് 2, ഇയർ ഓഫ് 4 എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ സേവ് ചെയ്യാൻ പറ്റുന്നത് 1901 to 2155 വരെയാണ്. ഇനി 2 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ 0 to 99 വരെയാണ്. അപ്പോൾ അതിനെ പക്ഷേ 2 പാർട്ടായിട്ടാണ്. 0 to 69 വരെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ 2000 മുതൽ 2069 കൺവേർട്ട് ചെയ്യും. 70 to 99 കൊടുക്കുന്നതുണ്ടെങ്കിൽ 1970 to 1999 കൺവേർട്ട് ചെയ്യും. അങ്ങനെ അത് ഓട്ടോമാറ്റിക് കൺവേർഷനാണ് നടക്കുന്നത്. അപ്പോൾ 70 എന്ന് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1970 എന്നുള്ളതായിരിക്കും അവിടെ DBMS മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് 2 ഡിജിറ്റിൻ്റെ സ്ട്രിങ്ങും നമ്പറൊക്കെ ഒരേപോലെ. നമ്മൾ ക്യാരക്ടർ വാർക്കാറൊക്കെ പഠിച്ചു. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നോൺ ബൈനറി സ്ട്രിങ്സ് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എത്രയാണോ നമ്മൾ കൊടുത്തുള്ളത് അത് ഫിക്സ്ഡ് ആണ്. വാർക്കാർ എന്ന് പറയുമ്പോൾ വാരിയബിൾ ലെങ്ത് ആണ്. നമ്മൾ അത് ശരിക്കും റൺ ടൈമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. റൺ ടൈമിൽ എന്ന് പറയുമ്പോൾ റൺ ടൈമിൽ എത്രയാണോ വരുന്നത്. ഇപ്പോൾ നമ്മളൊരു 20 ബൈറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും റൺ ടൈമിൽ ചിലപ്പോൾ 5 വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 5 യൂസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള യൂസിന് വേണ്ടിയിട്ട് കൊടുക്കും. അതാണ് വാർക്കാറിൻ്റെ പ്രത്യേകത. പിന്നെ അടുത്തത് ബൈനറി ഉണ്ട്, വാരിയബിൾ ബൈനറി ഉണ്ട്. സെയിം തന്നെയാണ്. വാർക്കാറും വാർ ബൈനറി ഒക്കെ പോലെ തന്നെ. പിന്നെ ബ്ലോബ്. ഈ ബൈനറി എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ബൈനറി ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ്. ഇപ്പോൾ ബൈനറി വാർ ബൈനറി സിമിലർ ടു ക്യാർ ആൻഡ് വാർക്കാർ എക്സെപ്റ്റ് ദാറ്റ് ദേ കണ്ടെയ്ൻ ബൈനറി സ്ട്രിങ്സ്. ബൈനറിയിൽ എന്താ ഉണ്ടാവുക? ബൈനറി സ്ട്രിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. പിന്നെ ബൈനറി ലാർജ് ഒബ്ജക്ട്സ്, ബ്ലോബ്. ഇതെന്ന് പറഞ്ഞാൽ ബൈനറി ഒബ്ജക്റ്റിനെ ഭയങ്കര വലിയ ബൈനറി ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൈനറി ഒരു ഇമേജൊക്കെ തന്നെ ബൈനറി ലാർജ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള വരുന്നതാണ് എന്താണ് ബൈനറി ബ്ലോബ് എന്ന് പറയുന്ന ടൈപ്പ്. അത് തന്നെ പല കാറ്റഗറി ഇട്ട് ടൈനി ബ്ലോബ്, മീഡിയം ബ്ലോബ്, ലോങ് ബ്ലോബ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ബൈറ്റ് ലെങ്ത്തിലും ഇത് വരും. ഓക്കെ. ടെക്സ്റ്റ് പറയുമ്പോൾ വാല്യൂസ് റീച്ചസ് ക്യാരക്ടർ സെറ്റ്. വലിയ ടെക്സ്റ്റൊക്കെ ഒരുപാട് ടെക്സ്റ്റൊക്കെ ഒരു ബുക്കൊക്കെ തന്നെ ഒരു ടെക്സ്റ്റായിട്ട് നമുക്ക് നമ്മളിതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഫുൾ ടെക്സ്റ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയും പഠിച്ചാൽ മിക്സലിൻ്റെ ടൈപ്സ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇത്രയും ഡാറ്റ ടൈപ്സ്, മെയിൻ ഡാറ്റ ടൈപ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക.